പ്രയാസം. എന്നിട്ട് വരെ പറയും, മൗലിദ് പറയുമ്പോൾ, ഹബീബിന്റെ മൗലിദ് വരുമ്പോ, റബീഉൽ അവ്വൽ വരുമ്പോൾ പറയും, റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് ഉദ്ധരിക്കും, സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ശരി തന്നെയാണ്, ഞാൻ അതിലേക്ക് പിന്നെ വരാം. എന്താ പറയാ, ലീഫ്ലെറ്റുകൾ അടിച്ചുവിടുന്നുണ്ട്, പഴയ ചില ക്ലിപ്പുകളൊക്കെ ഓടുന്നുണ്ട്. എന്ത്? ഹബീബിന്റെ ഉമ്മയും ഉപ്പയും നരകത്തിലാണ്, മആദല്ലാഹ്. പറയാൻ പാടില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഒരു മുഅ്മിനിന്റെ നാവിലൂടെ എങ്ങനെ വരുന്നു? തെളിവ് ഹദീസാണത്രേ. ഇവര് പഠിച്ചിട്ടുണ്ടോ സ്വഹീഹ് മുസ്ലിമിലെ ഈ ഹദീസിനെ എങ്ങനെയാണ് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് എന്ന്? ചില ആയത്തുകളാ തെളിവ്. ആ ആയത്തിന്റെ തഫ്സീർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇത് മനസ്സിലാക്കാതെ ഹബീബിനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ, ഹബീബിനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയും. നബി തങ്ങളുടെ ഉമ്മയും വാപ്പയും ഫിന്നാർ, മഅദല്ലാഹ് മഅദല്ലാഹ്, മഅദിറതൻ യാ റസൂലല്ലാഹ്, ഇന്നാ ബുറാഉ മിമ്മാ യഖൂലൂൻ. നബിയേ, അത് ഞങ്ങളാരും പറഞ്ഞില്ല നബിയേ. നബിയേ, ഞങ്ങൾ നിരപരാധികളാണ് റസൂലേ. ഹബീബിനെ വിളിക്കുകയാണ് നമ്മള്. ഹബീബാ നബി തങ്ങളോട് ശിക്വ പറയുമ്പോഴേക്കും അത് ശിർക്കാണ്, അത് ബിദ്അത്താണ്, അള്ളാനെ വിളിക്കലാണെന്ന് പറയുന്നവർ. ഹബീബിനോട് പരാതി പോലും ബോധിപ്പിക്കാൻ പാടില്ലത്രേ. ഹബീബിനോട് യാ റസൂലല്ലാഹി, പുണ്യ നബിയെ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറയാം ഹബീബ് ജീവിച്ചിരിക്കുമ്പോ. അങ്ങനെയാ തെളിവ്, അങ്ങനെ അവര് പറയാറുള്ളത്. മരിച്ചാൽ അത് പിന്നെ പറ്റൂല, ജീവിച്ചിരിക്കുമ്പോ. ചോദിക്കട്ടെ, ഒരു മുഅ്മിനായ മനുഷ്യൻ, ആ മനുഷ്യനാകുന്നത് റൂഹ് കൊണ്ടാണോ, അല്ല ഈ തടി കൊണ്ട് മാത്രമാണോ? റൂഹ് വേണ്ടേ? റൂഹ് എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയുമോ?